നമസ്കാരം, എൻ്റെ പേര് ഫാറൂഖ് പരേടത്ത്. നമ്മുടെ ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ മുന്നേ ഞാൻ 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവർ നിർബന്ധമായിട്ടും ആ ക്ലാസ്സുകൾ മുഴുവൻ കാണണം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ കണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ. അതായത് അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അതിന് റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ട്. അതിൻ്റെ ടൂൾ നമ്മൾ ജേണൽ എന്ന് പറയും. അതുപോലെ ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഒക്കെ ഉണ്ട്. ക്ലാസിഫയിങ്ങിന് ലെഡ്ജർ, സമ്മറൈസിങ്ങിന് ട്രയൽ ബാലൻസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിലെ റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ജേണൽ. ഈ ജേണൽ എഴുതുന്നതിന് നമ്മൾ ജേണലൈസ് എന്ന് പറയും. റെക്കോർഡ് ചെയ്യുന്നതിന് ജേണലൈസ് എന്ന് പറയും. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ട്രാൻസാക്ഷൻ, ഒരു 8 ട്രാൻസാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ജേണൽ എൻട്രി ഇടാൻ പോകും. അതായത് ആദ്യത്തേത് മോഹനൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 6 lakh. രണ്ടാമത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ബൈജു 25,000. പർച്ചേസ്ഡ് മെഷീനറി ബൈ ക്യാഷ് 30,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശ്യാം 40,000. സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 50,000. സാലറി പെയ്ഡ് ബൈ ക്യാഷ് 10,000. റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് 20,000. ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് 5,000. ഈ എൻട്രി വെച്ചിട്ട് നമ്മൾ ജേണൽ എൻട്രി ഇടാൻ പോകും, ഈ ഒരു ട്രാൻസാക്ഷൻ വെച്ചിട്ട്. അപ്പോൾ ഇത് എഴുതി വെക്കണമെങ്കിൽ എല്ലാവരും എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ ബോർഡ് ക്ലിയർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ജേണൽ എൻട്രി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എൻട്രി, മോഹനൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 6 lakh. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് 2 അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് മോഹനൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 6 lakh. ഇതിൽ നിന്ന് 2 അക്കൗണ്ട് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആലീസ് എപ്പോഴും ഓർമ്മയിൽ വേണം. ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ക്യാഷ്. 2 മോഹനൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് അറിയാം, ഒരു ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പൊ ഇവിടെ മോഹനൻ എന്ന് പേര് വന്നുകൊണ്ട് നമുക്ക് മോഹനൻ ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. മോഹനന്റെ ക്യാപിറ്റൽ. അപ്പോൾ ഒന്ന് ക്യാപിറ്റലുമാണ്, 2 ക്യാഷുമാണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ക്യാഷ് ഈ ആലീസിൽ ഏതിൽ വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് എല്ലായ്പ്പോഴും അസറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ക്യാപിറ്റൽ, നമ്മളിവിടെ ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റൽ ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ 2 അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, ഒന്ന് അസറ്റും ഒന്ന് ക്യാപിറ്റലും. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂള്, ഗോൾഡൻ റൂൾസ്. അസറ്റ് റിയൽ അക്കൗണ്ട് റൂളാണ്. ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ്, ഇവിടെ ഇപ്പൊ ക്യാഷ് നമുക്ക് എന്താണ്, ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യാഷിന് എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ ഒരു വ്യക്തിയാണ്. മോഹനൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തി ഒരു പേഴ്സണൽ അക്കൗണ്ട് റൂളാണ്. അതായത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ്. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ മോഹനൻ എന്ന് പറഞ്ഞ ആളാണ് ക്യാഷ് ബിസിനസ്സിലേക്ക് തരുന്നത്, നൽകുന്ന ആളാണ് മോഹനൻ. അപ്പൊ മോഹനൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന് എൻട്രി എങ്ങനെ വരിക, അതിന് എൻട്രി ഇങ്ങനെ, ഡെബിറ്റ് ക്യാഷ് ആണ്. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയും.
ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 6 lakh. ഓക്കെ. ടു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യേണ്ട എന്താണ്? ക്യാപിറ്റൽ ആണ്. എന്താണ്? മോഹൻസ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മോഹൻസ് ക്യാപിറ്റൽ 6 lakh. ഇങ്ങനെയാണ് ആ ഒന്നാമത്തിന്റെ ജേണൽ എൻട്രി. എന്താണ്? ക്യാഷ് അസറ്റ് ആണ്, ബിസിനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. മോഹൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ റൂൾസ് നമ്മൾ പറഞ്ഞു. പേഴ്സണൽ അക്കൗണ്ടിങ് റൂൾ ആണ്. പേഴ്സണൽ അക്കൗണ്ടിങ് റൂൾ എന്താണ്? സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ മോഹനാണ് ക്യാഷ് നൽകിയത്, ബിസിനസ്സിക്ക് നൽകിയത്. മോഹനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോ നമുക്ക് എന്തായി? ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ എങ്ങനെ ജേണൽ എൻട്രി ഇടുക എന്നുള്ളത് നമ്മൾ ആ റൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പഠിച്ചു. ഇതുപോലെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു. രാജുവിന്റെ അടുക്കൽ നമ്മൾ എന്ത് ഫർണിച്ചർ വാങ്ങി. എത്രക്ക്? 25,000 രൂപക്ക്. എന്താണ്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു 25,000. ഓക്കെ, അങ്ങനല്ലേ? അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് അക്കൗണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് ഏതാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനം, നമ്മളൊരു ബിസിനസ്സിൽ എന്താണ് വിൽക്കുന്നത്, ആ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ഗുഡ്സ് എന്ന് പറയും. അവിടെ മാത്രമേ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അത് എഴുതുള്ളൂ. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫർണിച്ചർ ഒരു അസറ്റാണ്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ അസറ്റാണ് നമ്മൾ എഴുതല്. അപ്പൊ ഇവിടെ രണ്ട് അക്കൗണ്ട് ഒന്ന്, ഒരു അക്കൗണ്ട് ഫർണിച്ചർ ആണ്. ഓക്കെ. രണ്ടാമത്തെ അക്കൗണ്ട് നമ്മൾ രാജു ആണ്. ഫർണിച്ചർ എന്താണ്? അസറ്റാണ്. രാജു എന്താണ്? ഒരു പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സൺ. അപ്പൊ എന്താണ്? ഫർണിച്ചർ അസറ്റ്. അസറ്റിന്റെ റൂൾ എന്താണ്? റിയൽ അക്കൗണ്ടിങ് റൂളാണ്. അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഫർണിച്ചർ എന്തായി? ബിസിനസ്സിലേക്ക് വന്നതാണ്. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വാങ്ങിയപ്പോ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? രാജു. രാജു ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് റിയൽ പേഴ്സണൽ അക്കൗണ്ടിങ് റൂള്, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം, സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ രാജു ആണ് ഫർണിച്ചർ തരുന്നത്. ഇത് കടത്തിന് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ രാജുവിന് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരിക? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. അതായത് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 25. 2 രാജുവിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. രാജു 25. മനസ്സിലായില്ലേ? ഇപ്പൊ ഫർണിച്ചർ എന്നാണ് അസറ്റ് ഡെബിറ്റ് ചെയ്തു. രാജു എന്ന പേഴ്സൺ വ്യക്തിയാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾസ് വെച്ച് നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. രാജുവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ജേണൽ എൻട്രി നമുക്ക് മനസ്സിലായി, പഠിച്ചു. അടുത്തത് എന്താണ്? പർച്ചേസ്ഡ് മെഷീനറി ബൈ ക്യാഷ്. ഇപ്പൊ നമ്മൾ ഫർണിച്ചർ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്ത്. അടുത്തെന്താണ്? പർച്ചേസ്ഡ് മെഷീനറി ബൈ ക്യാഷ് 30,000. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഒന്നെന്താണ്? മെഷീനറി. രണ്ടാമത്തെ എന്താണ്? ക്യാഷ്. രണ്ടും അസറ്റാണ്. രണ്ടും അസറ്റാണ്. ഈ ആലീസിൽ രണ്ടും അസറ്റാണ്. മെഷീനറി ബിസിനസ്സിലേക്ക് വരികയാണ്. ബിസിനസ്സിലേക്ക് വരുന്നതിന് ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ക്യാഷ് മെഷീനറി വാങ്ങുമ്പോൾ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്, പുറത്തു പോവാണ്. ക്യാഷ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ മെഷീനറി വാങ്ങുന്നത്. ആ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തു പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെഷീനറിയെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെ വരിക? ഇതിന്റെ എൻട്രി നമുക്ക് ഇവിടെ മുകളിലിടാം. ഡെബിറ്റ് ചെയ്യേണ്ടതാണ് മെഷീനറി.
മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ 30,000 ടു ക്യാഷ് 30,000. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശ്യാം. അതായത് ശ്യാമിന്റെ അടുത്തുനിന്ന് നമ്മൾ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി സാധനം പർച്ചേസ് ചെയ്യണം. എന്തിനാണ്? ക്രെഡിറ്റിനാണ്, ക്യാഷിനല്ല. ആള് വ്യക്തിയുടെ പേര് വന്നപ്പോൾ അത് ക്രെഡിറ്റിനാണെന്ന് മനസ്സിലാക്കുക. എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശ്യാം 40,000. അതായത് 40,000 രൂപക്ക് വിൽക്കാൻ വേണ്ടി നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നെന്താണ്? വിൽക്കാൻ വേണ്ടി സാധനം വാങ്ങിയ പർച്ചേസ് അക്കൗണ്ട്. ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, 2 ശ്യാം അക്കൗണ്ട്. ശ്യാം, നമ്മൾ ഈ ശ്യാമിനെ നമ്മൾ അക്കൗണ്ട്സിൽ പേര് വിളിക്കലുണ്ട്. നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ ശ്യാം ഒരു വ്യക്തിയായിട്ട് പേഴ്സണൽ അക്കൗണ്ട് റൂൾസ് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ ആലീസിൽ ഏതിൽ പെടും? ഈ പർച്ചേസ്ഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണെന്നാണ്. അപ്പൊ ഇതിൽ ഈ എക്സ്പെൻസ് പെടും. അപ്പൊ നമ്മളിത് എക്സ്പെൻസ്. ഓക്കെ, ശ്യാം നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോ ഇതിന്റെ റൂൾ എങ്ങനെയാണ്? എക്സ്പെൻസിന്റെ റൂൾ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നോമിനൽ അക്കൗണ്ടിങ് റൂള്. നോമിനൽ അക്കൗണ്ടിങ് റൂള് എല്ലാ എക്സ്പെൻസിനെയും നഷ്ടത്തെയും ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകത്തെയും ലാഭത്തെയും ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ എന്തായി? പർച്ചേസ് എന്നാണ് എക്സ്പെൻസ് എന്താണ്? ഡെബിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിങ് റൂൾ വെച്ചാണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ പേഴ്സൺ ആണ് ശ്യാം. പേഴ്സണൽ അക്കൗണ്ടിങ് റൂള് നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്യാം നമുക്ക് സാധനം കണ്ടി തരികയാണ്, നൽകുകയാണ്. അപ്പൊ ശ്യാമിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 40,000 ടു ശ്യാം 40,000. മനസ്സിലായില്ലേ? ഈ എൻട്രി മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത എൻട്രി നോക്കാം. അടുത്ത എന്താണ്? സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 50,000. അതായത് 50,000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്തു? സാധനം വിറ്റു. നമ്മളിപ്പോ പർച്ചേസ് വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനം നമ്മൾ വിറ്റു. എന്താണ്? സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 50,000. ഇതിൽ നമ്മൾ 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നെന്താണ്? ക്യാഷ് ആണ്. രണ്ടാമത്തെ എന്താണ്? നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനമാണ് വിറ്റത്. അപ്പൊ ഇത് സെയിൽസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ പർച്ചേസ് ആണ്, ഇവിടെ സെയിൽസ് ആണ്. അപ്പൊ 2 അക്കൗണ്ട് നമ്മൾ പഠിച്ചു. ഒന്ന് സെയിൽസ് അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടും. നമ്മൾ സെയിൽസ് എന്താണ്? ഒരു ഇൻകം ആണ്. നമ്മൾ നോമിനൽ അക്കൗണ്ടിങ് റൂൾസ് പഠിച്ചിട്ടുണ്ട്. എല്ലാ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഇൻകം ആയതുകൊണ്ട് സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത് ക്യാഷ് ആണ്. സെയിൽ ചെയ്യുമ്പോൾ എന്താണ്? ക്യാഷ് അസറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. ഒരു സെയിൽ നമ്മൾ ചെയ്യുമ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ റിയൽ അക്കൗണ്ടിങ് റൂള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000 ടു സെയിൽസ്. ക്രെഡിറ്റ് ചെയ്യേണ്ടതിനാണ് സെയിൽസിനാണ് നമ്മൾ പറഞ്ഞു 50,000. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെയാണ്? മനസ്സിലായോ? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, സെയിൽസിനെ ക്രെഡിറ്റും ചെയ്യുക. ഇനി അടുത്ത എൻട്രി സാലറി പെയ്ഡ് ബൈ ക്യാഷ് 10,000. എന്താണ്? സാലറി പെയ്ഡ് ബൈ ക്യാഷ് 10,000. 10,000 രൂപ നമ്മൾ സാലറി കൊടുത്തു.
അപ്പോൾ ഇതിന്റെ എൻട്രി എങ്ങനെ വരിക? സാലറി പെയ്ഡ് ബൈ ക്യാഷ് 10,000. ഓക്കെ, ഇതിൽ 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നെന്താണ് ഇവിടെ ക്യാഷ്, രണ്ടാമത്തെ എന്താണ് സാലറി. സാലറി എന്താണ് ഈ ആലീസിൽ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അല്ലേ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം, ക്യാഷ് അസറ്റും ഉണ്ട്. അപ്പൊ സാലറി കൊടുക്കുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തു പോകണം. അപ്പൊ ക്യാഷിന് എന്ത് ചെയ്യണം? ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് ക്രെഡിറ്റ് ചെയ്യണം. അവിടെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. സാലറി ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോമിനൽ അക്കൗണ്ടിങ് റൂൾസ് വെച്ച് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു ക്യാഷ് 10,000. മനസ്സിലായില്ലേ? സാലറി എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്ത ഒരു ട്രാൻസാക്ഷൻ റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് 20,000. അതായത് റെന്റ് വാടക. നമ്മൾ ബിസിനസ്സിൽ ഇപ്പോൾ പുറത്ത് നമ്മൾ എന്തെങ്കിലും ബിസിനസിന്റെ ഏതെങ്കിലും റൂമോ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും റെന്റ് കിട്ടുകയാണ്. അപ്പൊ റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് 20,000. ഇതിൽ നമ്മൾ 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നെന്താണ് ക്യാഷ്, രണ്ടാമത്തെ എന്താണ് റെന്റ് റിസീവ്ഡ്. റെന്റ് അപ്പൊ എന്താണ് റെന്റ് റിസീവ്ഡ് പറഞ്ഞാൽ എന്താണ്? റെന്റ് നമുക്ക് കിട്ടുകയാണ്. അതെന്താണ്? ഒരു ഇൻകമാണ്. റെന്റ് റിസീവ്ഡ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. ക്യാഷ് എന്താണ്? അസറ്റും ആണ്. അപ്പൊ ഇൻകം അസറ്റ് ഇത് നമ്മൾ ആലീസ് വെച്ച് കാണാൻ നോക്കണം കേട്ടോ. അസറ്റും ഇൻകം. ഇവിടെ എന്താ സംഭവിക്കണേ? റെന്റ് കിട്ടുമ്പോ അസറ്റ് എന്ന ക്യാഷ് ബിസിനസ് ഇങ്ങോട്ട് വരികയാണ് അല്ലേ? റെന്റ് കിട്ടുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റെന്റ് റിസീവ്ഡ് ഇൻകാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിങ് റൂൾസ് വെച്ചുകൊണ്ട് എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? റെന്റ് റിസീവ്ഡിനെ ക്രെഡിറ്റും ചെയ്യണം. ഇവിടെ ഡെബിറ്റ് കിട്ടിയ പിന്നെ ഇവിടെ ക്രെഡിറ്റ്. അപ്പൊ എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 20,000 ടു റെന്റ് റിസീവ്ഡ് 20,000. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് റിസീവ്ഡ്. മനസ്സിലായോ? ഇനി അവസാനത്തെ ഒരു ട്രാൻസാക്ഷൻ കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ട്രാൻസാക്ഷൻ. ഇത് എല്ലാവരും മനസ്സിലാക്കുക. എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് 5,000. ഇതിൽ നമ്മൾ 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഈ ആലീസിൽ ഏതിലാണ് വരിക എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് ക്യാഷ്, 2 ഇലക്ട്രിസിറ്റി ചാർജ്. ക്യാഷ് എന്താണ്? അസറ്റാണ്. ആലീസിൽ ഏതിൽ വിടും? അസറ്റ്. ഇലക്ട്രിസിറ്റി ചാർജ് എന്താണ്? നമ്മളെ സ്ഥാപനത്തിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ് അടയ്ക്കാണ്. അപ്പൊ അതൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ ഒരു എക്സ്പെൻസ് ആണ്. ഒരു അസറ്റും ഒരു എക്സ്പെൻസും. എക്സ്പെൻസിന്റെ റൂൾസ് എന്താണ്? നോമിനൽ അക്കൗണ്ടിങ് പ്രകാരം എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം. അസറ്റ് എന്താണ്? ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം, പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ക്യാഷ് ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ അടക്കുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവാണ്. അപ്പൊ എന്താണ്? ഈ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസിനെ ഡെബിറ്റും ചെയ്യണം. അപ്പൊ എന്താണ് അതിന്റെ എൻട്രി വരിക? ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തു പോവാണ് ടു ക്യാഷ്
5,000. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ 8 എൻട്രിയുടെ. നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും, എന്നാലും ഈ 8 എൻട്രി എങ്ങനെ ജേണലൈസ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായി നമുക്കും അടുത്ത വീഡിയോയിൽ കാണാം.